നമസ്കാരം. കലഞ്ഞൂർ ലൈവ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ശബരിമല ശാസ്താവിന് നിറപുത്തരി ചടങ്ങുകൾക്ക് സമർപ്പിക്കാനുള്ള നെൽക്കരും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയ്ക്ക് തൃക്കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ തന്ത്രരത്നം സുദേശ് രാമരുപോറ്റി, രാമരു വാസുദേവൻ പോറ്റി, മാനേജർ ആർ കൃഷ്ണൻ പോറ്റി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം നൽകിയത്. രാവിലെ 5 മണിക്ക് അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിന്നും പുറത്ത് ആരംഭിച്ച രഥഘോഷയാത്ര നിരവധി ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് തൃക്കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടി പമ്പയിലെത്തുകയും 6 മണിയോടുകൂടി ശബരിമലയിൽ എത്തിച്ചേരുകയും ചെയ്യും. ഈ രഥഘോഷയാത്ര ഐശ്വര്യത്തിനും കാർഷിക സമൃദ്ധിക്കും വേണ്ടി നാളെ പുലർച്ചെയാണ് അയ്യപ്പസന്നിധിയിൽ നിറപുത്തരി ചടങ്ങുകൾ നടക്കുന്നത്. ഒരെണ്ണം എടുത്തോ. ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഇനി രണ്ടെണ്ണം വേണമല്ല. സ്റ്റാർട്ട് കൊടുത്താൽ സ്വാമിയേ ശരണമയ്യപ്പ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഈ 1200 കൊല്ലവർഷം നിറപുത്തരിയോടനുബന്ധിച്ച് ഈ വർഷം അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിന്നാണ് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ഉപദേശക സമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ചേർന്ന് വളരെ വിപുലമായ രീതിയിൽ ഘോഷയാത്ര ഇന്ന് രാവിലെ 4:30 മണിക്ക് അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഇന്നിപ്പോൾ കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. കലഞ്ഞൂർ ക്ഷേത്രം വഴി മലയാലപ്പുഴ ദേവീക്ഷേത്രം, കല്ലേലി അപ്പൂപ്പൻകാവ് ക്ഷേത്രം നേരെ പമ്പയിൽ എത്തിച്ചേർന്ന് 4 മണിക്ക് പമ്പയിലെത്തി 5 മണിക്ക് സന്നിധാനത്തിൽ എത്തിച്ചേരാനുള്ള ഒരുക്കങ്ങളാണ് നടത്തി വരുന്നത്. സ്വാമി ശരണമയ്യപ്പ. ഓം മഹാദേവായ നമഃ. അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 5 മണിക്ക് പുറപ്പെട്ട നിറപുത്തരി ഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തൃക്കലഞ്ഞൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിലെത്തിയിരിക്കുകയാണ്. ഈ നെൽക്കതിർ അച്ചൻകോവിൽ ഏതാണ്ട് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണ സാറ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന കാലത്ത് തുടങ്ങി വെച്ച ഈ പദ്ധതി തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലത്തെ നിറപുത്തരിക്ക് മുമ്പായിട്ട്, അതായത് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് പമ്പയിലെത്തുകയും അവിടെ നിന്ന് ദീപാരാധനയ്ക്ക് മുമ്പ് ശബരിമലയിൽ എത്തിക്കുക എന്നുള്ളതാണ് ചടങ്ങ്.